ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. നവംബർ 17 ഗ്രൂപ്പ് ഡി എക്സാമിൽ കുറേ നാളുകൾക്കുള്ള കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. എന്നാണ് നവംബർ 17 മുതൽ ഗ്രൂപ്പ് ഡിയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. നവംബർ 17 മുതൽ ഡിസംബർ എൻഡ് വരെയാണ് എക്സാം ഡേറ്റ് റെയിൽവേ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? പ്രിപ്പറേഷൻ എല്ലാവരും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കാണും. എങ്കിലും കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്ത് എക്സാം ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ കൊണ്ടുപോവുക. അപ്പം ഗ്രൂപ്പ് ഡിയിലെ മാത്സിലെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഇതിനു മുൻപ് നടന്നിട്ടുള്ള എക്സാംസിലെ കുറച്ച് PYQസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Two numbers are respectively 30% and 60% more than the third number. അപ്പൊ രണ്ട് നമ്പേഴ്സ് എന്താണ് മൂന്നാമതൊരു നമ്പറിനേക്കാളും ഇത്ര പെർസെൻറ്റേജ് എന്ന് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്പർ ഉണ്ട്, സെക്കൻഡ് നമ്പർ ഉണ്ട്, തേർഡ് നമ്പർ ഉണ്ട്. മൂന്നാമതൊരു നമ്പറിനേക്കാളും അപ്പൊ കമ്പയർ ചെയ്ത് പറയുവാണ്, മൂന്നാമതൊരു നമ്പറിനേക്കാളും ഇത്ര പെർസെൻറ്റേജ് ആണ് മറ്റൊരു നമ്പറിനേക്കാളും ഇത്ര പെർസെൻറ്റേജ് കൂടുതൽ കുറവ് എന്ന് പറയുകയാണെങ്കിൽ ഏത് നമ്പറിനെ ബേസ് ചെയ്താണോ പറയുന്നത് ആ നമ്പറിന് നമ്മൾ എത്ര എന്ന് കൊടുക്കും? 100 എന്ന് നമ്മൾ അസ്യൂം ചെയ്യും അല്ലേ. അപ്പൊ 100നേക്കാളും എന്താണ് 30% കൂടുതലാണ് ഫസ്റ്റ് നമ്പർ, അതായത് 130. 60% കൂടുതലാണ് സെക്കൻഡ് നമ്പർ, അപ്പൊ 160. അപ്പൊ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കിട്ടിയത് 130ഉം 160ഉം. ചോദിച്ചിട്ടുള്ളത് ആ രണ്ട് നമ്പേഴ്സിന്റെയും റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇത് രണ്ടുമാണ് നമ്മുടെ രണ്ട് നമ്പേഴ്സ്. 130 160ഉം ജസ്റ്റ് സീറോസ് മാറ്റിക്കഴിഞ്ഞാൽ എത്രയാണ് റേഷ്യോ വരിക? 13:16 ആണ് നമ്മുടെ റേഷ്യോ. 13:16, അതായത് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ശരി, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? A:B റേഷ്യോ. അഗെയിൻ റേഷ്യോ, രണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ തന്നിട്ടുള്ള റേഷ്യോ എന്തൊക്കെയാണ്? ഏതൊക്കെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്? A:B തന്നിട്ടുണ്ട്. എന്താണ്? 32:35 ആണ് ആദ്യത്തെ റേഷ്യോ. രണ്ടാമത്തെ റേഷ്യോ B:C തന്നിട്ടുണ്ട്. ഞാൻ B:C എന്ന് സെപ്പറേറ്റ് എഴുതുന്നില്ല, പകരം അതിൻ്റെ കൂടെ തന്നെ B:C എന്ന് എഴുതി. പക്ഷെ റേഷ്യോ തൊട്ട് താഴെയായിട്ട് എഴുതാം. B:C ഏതാണ്? 21:32. ഇനി എന്താണ്? ഇനി ഇതിനെ ഒരു സിംഗിൾ റേഷ്യോ ആക്കി മാറ്റണം. അപ്പോൾ ഒരു സിംഗിൾ റേഷ്യോ ആക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക? ഇങ്ങനെ ചെയ്യാം. ഈ ഒരു സിക്സാഗ് രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ റേഷ്യോ ആക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ അല്ലെ, ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് എന്താണ് സിക്സാഗ് രീതിയിൽ, ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ റേഷ്യോ ആക്കി രണ്ട് റേഷ്യോസിനെ, രണ്ട് സെപ്പറേറ്റ് ആയുള്ള റേഷ്യോനെ സിംഗിൾ ഒറ്റ റേഷ്യോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 32:21 എയുടെ വാല്യൂ അല്ലെങ്കിൽ റേഷ്യോ എ എന്ന് പറയുന്നത് 32:21. ബി എന്ന് പറയുമ്പോൾ 35:21 ആൻഡ് സി എന്ന് പറഞ്ഞാൽ 35:32. അതായത് തന്നിട്ടുള്ള റേഷ്യോസിനെ നമ്മൾ എന്ത് ചെയ്തു? തന്നിട്ടുള്ള റേഷ്യോ, അതായത് ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുത്തു. ദെൻ ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുത്തു. മൂന്നാമത് ഇതിന് രണ്ടിന്റെയും പ്രോഡക്റ്റ് എടുത്ത് അല്ലേ. അപ്പൊ നമ്മൾ ഇനി പ്രോഡക്റ്റ് ഒന്നും എന്താണ് എടുക്കാൻ നിൽക്കണ്ട, അത് ചെയ്യാനും നിൽക്കണ്ട. പകരം എന്ത് ചെയ്താൽ മതി? നമുക്ക് കണ്ടുപിടിക്കാനുള്ള റേഷ്യോ ഏതാണ്? എയുടെയും സിയുടെയും റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. A:C ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എയുടെ റേഷ്യോ ഇവിടെയുണ്ട്, സിയുടെ റേഷ്യോ ഇവിടെയുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ നോക്കിക്കേ. 32 ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ 21ഉം 35. അപ്പൊ 21ഉം 35ഉം 7ന്റെ ടേബിളിൽ ക്യാൻസലായി പോകും. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 3 വരും, ഇവിടെ 5 വരും. അപ്പൊ 3:5 ഓപ്ഷൻ സി വരും നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേടാ? സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ചോദ്യം തന്നിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? സാൻഡ് ആൻഡ് ഗ്രേവലിനെ ഒരു മിക്സ്ചറിലെ സാൻഡും ഗ്രേവലിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. 41:30 റേഷ്യോ തന്നു.
പിന്നെ ഗ്രേവലിന്റെയും സിമെന്റിന്റെയും റേഷ്യോ തൊട്ട് മുൻപ് ചെയ്ത അതേ ടൈപ്പ് തന്നെ റേഷ്യോ തന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് എന്തിന്റെയൊക്കെ റേഷ്യോ ആണ്? എന്തിന്റെയാണ്? സാൻഡിന്റെയും സിമെന്റിന്റെയും, ഇതിന് രണ്ടിന്റെയും റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തതുപോലെ ആ ഒരു സിക്സാഗ് രീതിയിൽ അല്ലെ, നമ്മുടെ സിക്സാഗ് രീതിയിൽ എന്താണ് പ്രോഡക്റ്റ് എടുക്കാം. 41 × 6 30 × 6 30 × 7. അപ്പൊ നമ്മുടെ റേഷ്യോ എങ്ങനെ വരും? 41 × 6 30 × 6 ആൻഡ് 30 × 7. അപ്പൊ 3 റേഷ്യോസും കിട്ടി. നമുക്ക് വേണ്ട റേഷ്യോ മാത്രം നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുക. വേണ്ടത് സാൻഡിന്റെയും സിമെന്റിന്റെയും റേഷ്യോ ആണ്. അപ്പൊ ഇതിനെ രണ്ടിനെയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യും. 30ന്റെ ടേബിളിൽ 6 5 പ്രാവശ്യം. അപ്പൊ 41:35 വരും നമ്മുടെ ഓപ്ഷൻ. കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ എന്താണ് എക്സും വൈയും ഒന്നിട്ട് കൂടുതൽ സ്റ്റെപ്പുകൾ ഒന്നും ചെയ്യുന്നില്ല, പകരം തന്നിട്ടുള്ള ഏറ്റവും സിംപ്ലിഫൈഡ് വേർഷനിലാണ് ചെയ്തേക്കുന്നത് എന്നാണ്. ജസ്റ്റ് എന്താ ആ തന്നിട്ടുള്ളതിന്റെ പ്രോഡക്റ്റ് പോലും എടുക്കണ്ട. നമ്മൾ ആ സിക്സാഗ് രീതിയിൽ 2 റേഷ്യോ തരികയാണെങ്കിൽ അതിനെ ഒറ്റയടിക്ക് നമുക്ക് സിംഗിൾ റേഷ്യോ ആക്കി മാറ്റാം. ചോദിച്ചിട്ടുള്ളത് 3ന്റെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അതിനെ വീണ്ടും എന്താണ് വെട്ടി അല്ലെങ്കിൽ പ്രോഡക്റ്റ് എടുത്ത് എഴുതുക. അല്ലെങ്കിൽ എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അത് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ വെട്ടിയിട്ട് ചെറുതാക്കി എടുത്തെഴുതാം. സോ നമ്മുടെ 4ാമത്തെ ചോദ്യം, 4th ക്വസ്റ്റ്യൻ എന്താണ്? ഒരു അലോയ്, ജർമ്മൻ സിൽവർ എന്ന അലോയില് എന്താണ് കോപ്പറും സിങ്കിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 21:16. അപ്പോ എന്താണ് കോപ്പറിന്റെയും സിങ്കിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 21:16. നിക്കലിന്റെയും സിങ്കിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 7:24. നിക്കൽ ടു എന്താണ് സിങ്ക് ആണ് 7:24. അപ്പോ റേഷ്യോ എഴുതുമ്പോഴേക്കും എന്താണ് 24:7 എന്ന് എഴുതണം. കാരണം നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് സിങ്ക് ഈസ് ടു നിക്കൽ എന്നാണ്. അപ്പൊ റേഷ്യോ തിരിച്ച് എഴുതി. ഇനി എന്താണ് 3ന്റെയും റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 3നെയും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ സിക്സാഗ് രീതിയിൽ അല്ലെ, 3നെയും ആ സിക്സാഗ് രീതിയിൽ എടുത്ത് ചെയ്യാം അല്ലെ. അപ്പൊ എങ്ങനെ വരും? 21 × 21 × 24 16 × 24 16 × 7. ഇനി ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കുക. എല്ലാം 8 കൊണ്ട് എല്ലാം ക്യാൻസൽ ചെയ്യാൻ പറ്റും. 8ന്റെ ടേബിൾ ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ 3, ഇവിടെ 2. ഇനി പറ്റുമോ? ഇനി പറ്റില്ല. ഫൈനൽ റേഷ്യോ നമുക്ക് എങ്ങനെയാടാ വരുന്നത്? ഫൈനൽ റേഷ്യോ 63:1 നോക്കിക്കഴിഞ്ഞാൽ 63 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ബാക്കി ചെയ്തു നോക്കേണ്ട കാര്യമുണ്ടോ? ബാക്കി ചെയ്തു നോക്കേണ്ട കാര്യമില്ല. എങ്കിലും നമ്മളിവിടെ ജസ്റ്റ് ആൻസർ എഴുതുകയാണ്. 63:48:14 ആണ് നിങ്ങളുടെ ഉത്തരം. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എഗെയിൻ ഒരു അലോയ് ആണ്. കോപ്പർ സിങ്ക് ആൻഡ് നിക്കൽ അലോയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. കോപ്പർ സിങ്ക് ആൻഡ് നിക്കലിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 4:3:2 റേഷ്യോ തന്നിട്ടുണ്ട്. ഹൗ മെനി കിലോഗ്രാം ഓഫ് സിങ്ക് ഷുഡ് ബി ആഡഡ്? അപ്പോൾ ഇതില് ഈ ഒരു മിക്സ്ചറിനകത്ത് എത്ര കിലോഗ്രാം സിങ്ക് ആഡ് ചെയ്യണം? എന്തിനാണ്? ഈ ഒരു മിക്സ്ചറിന്റെ പുതിയൊരു റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. പുതിയ റേഷ്യോ എന്താണ് തന്നിട്ടുള്ളത്? പുതിയ റേഷ്യോ തന്നിട്ടുള്ളത് എന്താണ്? 2:5:1 ആണ് പുതിയ റേഷ്യോ. അപ്പൊ അവർ പറഞ്ഞിട്ടുള്ളത് എത്ര സിങ്ക് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അവര് പറഞ്ഞിട്ടുള്ള ഇനിഷ്യലി ഇത്ര റേഷ്യോ ഉണ്ടായിരുന്നു, പിന്നീട് കുറച്ച് സിങ്ക് അതിനകത്ത് ആഡ് ചെയ്തു, അപ്പോൾ അതിന്റെ റേഷ്യോയിൽ മാറ്റം വന്നിട്ടുണ്ട്. കോപ്പറും നിക്കലും ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കോപ്പറും നിക്കലും സെയിം തന്നെയാണ്. തുടക്കവും സെയിം ആണ്, ഇപ്പോഴും സെയിം ആണ്. എന്താണ് ആഡ് ചെയ്യുന്നത്? സിങ്ക് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ കോപ്പറും നിക്കലും എന്താകണം? കോപ്പറും നിക്കലും സെയിം ആകണം. അതിന് മാറ്റം വല്ലതും ഉണ്ടോ? അതിനൊരു മാറ്റവും ഇല്ല. സോ അത് എന്താണ്? അതിന് മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് സെയിം ആക്കണം. നോക്കിക്കേ, ആദ്യത്തെ റേഷ്യോയില് കോപ്പർ 4 പാർട്ടാണ്, രണ്ടാമത്തെ റേഷ്യോയില് 2 ആണ്. അപ്പൊ അത് മാറ്റണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. രണ്ടാമത്തെ റേഷ്യോയില് നിക്കല് 2 ആണ്. നിക്കല് ആദ്യത്തെ റേഷ്യോയില് 2 ആണ്, രണ്ടാമത്തെ റേഷ്യോയില് 1 ആണ്. വീണ്ടും അത് മാറ്റണമെങ്കിൽ 2 കൊണ്ട്. അപ്പൊ സെയിം രണ്ടിടത്തും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എല്ലാ റേഷ്യോയെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഫൈനൽ വന്ന റേഷ്യോ എന്താണ്? 4:10:2.
ഇനി നോക്കിക്കേ, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 4:3 അതിൽ കോപ്പറിന്റെ റേഷ്യോ 4, നിക്കലിന്റെ റേഷ്യോ 2. നമ്മൾ ഇപ്പൊ എടുത്ത റേഷ്യോയിലും കോപ്പർ 4, നിക്കൽ 2. അതായത് തുടക്കവും ഒടുക്കും സിങ്ക് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി 2 എലമെന്റ് ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, രണ്ടിന്റെയും റേഷ്യോ സെയിം ആണ്. അപ്പൊ ആഡ് ചെയ്ത ക്വാണ്ടിറ്റി ഇവിടെ ഏതാണടാ? നമ്മൾ ആഡ് ചെയ്തത് സിങ്ക് ആഡ് ചെയ്തു. 3 ആയിരുന്നത് ഇപ്പോൾ എത്രയായി? ഇപ്പോൾ 10 ആയി. 3 10 ആയി. എത്ര കൂടി? അവിടെ 7 പാർട്ട് കൂടി. കിട്ടിയല്ലോ. എത്രയാണ്? 7 പാർട്ടാണ്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി, എത്ര കിലോഗ്രാം സിങ്ക് ആഡ് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 7 പാർട്ടാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഒരു പാർട്ടിന് എത്ര കിലോയാണെന്ന് കണ്ടുപിടിക്കണം. അതിനിവിടെ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ഇനിഷ്യലി എത്ര കിലോഗ്രാം ഉണ്ടായിരുന്നു മെറ്റൽ? മൊത്തം 54 kg മെറ്റൽ ഉണ്ടായിരുന്നു അല്ലെ? 54 kg ഉണ്ടായിരുന്നു. അപ്പൊ ഇനിഷ്യലി ഉള്ള റേഷ്യോ 4 3 2 ആണ്. ഇനിഷ്യലി ഉള്ള റേഷ്യോ 4 3 7 7 2 9 പാർട്ടാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 9 പാർട്ടിനാണ് അവര് 54 kg എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിന് 54/9 വരും. എത്ര വരുമടാ? 6 kg. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്ര kg ആണ്? ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 6 kg ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സിങ്ക് 7 പാർട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 7 പാർട്ട് എന്ന് പറഞ്ഞാൽ എത്ര kg ആണ്? 7 × 6 എത്ര kg വരുവടാ? 42 kg ആണ് എന്ത് ആഡ് ചെയ്തത്? സിങ്ക് ആഡ്. നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇത്രയും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയത്. പക്ഷെ എക്സാമിന് ഇത്രയും ഒന്നും എഴുതേണ്ട ഒരു കാര്യമില്ല. ആദ്യത്തെ റേഷ്യോ, രണ്ടാമത്തെ റേഷ്യോ എത്ര കൂടിയിട്ടുണ്ട്? എല്ലായിടവും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 7 കൂടി. അപ്പൊ 1ന് എല്ലാം കൂടെ കൂട്ടി, അതായത് ആദ്യത്തെ റേഷ്യോന്റെ സമ്മ് 9ന് 54 ആണെങ്കിൽ 1ന് 6 ആണ്. അപ്പൊ 7 പാർട്ടിന് 7 × 6 42. പെട്ടെന്ന് കിട്ടത്തില്ലേ? നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഒരു സമയം എടുക്കുക. നമ്മളിവിടെ എക്സോ വൈയോ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നിന്റെയും വാല്യൂസ് ഒന്നും കണ്ടുപിടിച്ചില്ല. ജസ്റ്റ് ആ ഒരു ഷോർട്ട് മെത്തേഡിൽ നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പ്രാവശ്യം ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ പിന്നെയും വീണ്ടും അത് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക. ശരി, അപ്പോൾ നമ്മുടെ ഡൽഹി പോലീസ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഡൽഹി പോലീസ് ഒരു യൂണിഫോം പോസ്റ്റിലേക്കുള്ള ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ SIയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഒക്ടോബർ 21 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. 12th ഡിഗ്രി ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ SI പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഒക്ടോബർ 21 വരെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ആയിട്ടില്ല. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ട് തന്നെയുണ്ട് ഡൽഹി പോലീസിന്റെ കോഴ്സുമായിട്ട്. സോ ഡൽഹി പോലീസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങളുടെ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യുക. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 6th ക്വസ്റ്റ്യൻ, എമൗണ്ട് ഓഫ് സൂരജ് ഈസ് 4 times ദാറ്റ് ഓഫ് രവി. അപ്പോൾ രവിയുടെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് സൂരജിന്റെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് രവിയുടേതിന്റെ എത്ര ടൈംസ് ആണ്? 4 times ആണ് അല്ലെ? രവിക്ക് 1 രൂപയാണെങ്കിൽ സൂരജിന് 4 രൂപ, 4 ഇരട്ടിയാണ്. നമ്മൾ അതല്ലേ മാർക്ക് ചെയ്തേ. ഇനി രവിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 16 times ആദിത്യയുടെ എമൗണ്ട് ആണ്. അപ്പൊ വേറൊരാളും കൂടെ വന്നു. ആരാണ്? ആദിത്യ വന്നു. അയാളുടെ കയ്യിലുള്ളതിന്റെ 16 ഇരട്ടി 16 times ആണ് രവിയുടെ കയ്യിലുള്ളത്. 3 പേരുടെയും 2 സെപ്പറേറ്റ് റേഷ്യോ കിട്ടിയല്ലോ. അപ്പൊ സെപ്പറേറ്റ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒറ്റ റേഷ്യോ ആക്കണം അല്ലേ? അപ്പൊ സൂരജിന്റെ റേഷ്യോ 4 × 16, രവിയുടെ റേഷ്യോ 1 × 16, ആദിത്യന്റെ റേഷ്യോ 1 × 1. എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദി മണി ആദിത്യ ആൻഡ് സൂരജ്? അപ്പൊ ആദിത്യയുടെയും സൂരജിനും കിട്ടിയിട്ടുള്ള മണി റേഷ്യോ, എത്ര രൂപ കിട്ടി എന്നാണ് ചോദ്യം. അപ്പൊ ആദിത്യക്ക് എത്രയാണ്? 1 × 1 കിട്ടി. ക്യാൻസൽ ചെയ്യാൻ വല്ലതും ഉണ്ടോ അവിടെ? ഇല്ല. സൂരജിന് 16 × 4 16 4s are എത്രയാണടാ? 16 4s are 64. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 64:1 ആണ് കിട്ടിയത്. പക്ഷെ ചോദിച്ചത് ആദിത്യയുടെയും സൂരജിന്റെയും റേഷ്യോ ആണ്. അപ്പൊ എത്ര വരും? 1:64. ഓപ്ഷൻ ബി.
ചാടിക്കേറി 64:1 മാർക്ക് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ആദിത്യ ഈസ്റ്റു എന്താണ് സൂരജാണ്. അപ്പൊ തന്നിട്ടുള്ളത് നോക്കി മാത്രം മാർക്ക് ചെയ്യുക. ആൻസർ ഏത് വരുവടാ? ഓപ്ഷൻ. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 24.6 മീറ്റർ ലോങ്ങർ വയർ, ഒരു 24.6 മീറ്റർ നീളമുള്ള ഒരു വയർ ഉണ്ട് അല്ലെ. 24.6 മീറ്റർ ലെങ്തി ആയിട്ടുള്ള ഒരു വയറിന്റെ കാര്യം പറയുന്നുണ്ട്. എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ റേഷ്യോ 12:20 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോങ്ങർ പീസിന്റെ ലെങ്ത്, അപ്പൊ റേഷ്യോ തന്നിട്ട് ലോങ്ങർ പീസിന്റെ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ റേഷ്യോയിൽ ഏറ്റവും നീളം കൂടിയ ഏതാണ് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ അറിയാം റേഷ്യോയിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ളത് ഏതാണ്? 29 ആണ് വലിയ റേഷ്യോ അല്ലെ. അപ്പൊ വലിയ റേഷ്യോയുടെ കൂടെയുള്ള ആൾ ആരാണ് എന്ന് കണ്ടുപിടിക്കണം അല്ലെ. ഇയാളുടെ കൂടെ ആരാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് എന്തറിയാം? ടോട്ടൽ ആ ലെങ്തിന്, ടോട്ടൽ ആ വയറിന് എത്ര നീളമുണ്ടെന്ന് അറിയാം. എത്രയാണ്? 24.6. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 12 റേഷ്യോയും 29 റേഷ്യോയും, 12 പാർട്ടും 29 പാർട്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരുമടാ? 41 വരും. ആ 41നാണ് എന്ത്? 24.6 മീറ്റർ. കണ്ടുപിടിക്കാനുള്ളത് 29 എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. 41 പാർട്ടിന് എത്ര വരും? 24.6 മീറ്റർ വരും. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിന് എത്രയാണ്? 24.6/41. കണ്ടുപിടിക്കാനുള്ളത് 29 പാർട്ടിന് എത്ര വേണം? അപ്പൊ 24.6/41 ഇൻറ്റു 29 ആണല്ലോ. അപ്പൊ കണ്ടുപിടിക്കാം. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 41 തൊട്ട് മുകളിലുള്ളത് 246. ഞാൻ ആ ഡെസിമൽ മാറ്റിയില്ല. അപ്പൊ ഡെസിമൽ മാറ്റാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു എന്താണ്, മുകളിലും 10 കൊടുക്കും, താഴെയും 10 കൊടുക്കും. മുകളിൽ 10 കൊടുക്കുമ്പോഴത്തേക്കും ഇതങ്ങ് പോകും, താഴെ ഒരു 10 കൂടെ വരും അല്ലെ. അപ്പൊ എന്താണ്, എങ്ങനെയാണെന്ന് അറിയാലോ. 24.6നെ നമുക്ക് 24.6 ഇൻറ്റു 10/10 കൊടുക്കാം. ആ 10 കൊണ്ട് മുകളിലത്തെ ഡെസിമൽ അങ്ങ് പോവില്ലേ. അപ്പൊ ഉത്തരം എങ്ങനെയാ വരിക? 246/10 വരും. അതാണല്ലോ നമ്മളിവിടെ താഴെ എഴുതിയത്. അപ്പൊ 246/10 എടുത്തു. 41 6 പ്രാവശ്യം 246. 41 ഗുണം 6 ചെയ്യുമ്പോൾ നമുക്ക് 2 അറിയില്ലേ. 4 ഗുണം 6 24. 1 ഗുണം 6 6. സോ 6 പ്രാവശ്യം വരും. അപ്പൊ ഇനി 6 ഗുണം 29, 6 ഗുണം 29 ചെയ്യണം. അപ്പൊ എത്രയാണ് 6 ഗുണം 29? 6 ഗുണം 9 ചെയ്യുമ്പോൾ 54 വരും. ഓപ്ഷനിൽ 4 അവസാനം വരുന്ന ഒരൊറ്റ നമ്പറേ ഉള്ളൂ, 17.4. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കാം, 17.4 നിങ്ങൾക്ക് ഉത്തരവായിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേടാ. അവസാനത്തെ ചോദ്യം, 1870 1870 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1870 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെയാണ് അവർ പറയുന്നത്? ഹാഫ് ഓഫ് ദി ഫസ്റ്റ് പാർട്ടിന്റെ ഹാഫ്, 3 പാർട്ടാണ്. അപ്പൊ ഹാഫ് ഓഫ് ദി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിന്റെ ഹാഫ് അല്ലെ, ഫസ്റ്റിന്റെ ഹാഫ്. ദെൻ 1/3 ഓഫ് ദി സെക്കൻഡിന്റെ 1/3. പിന്നെ 1/6 ഓഫ് ദി തേർഡ്. ഇതെല്ലാം എന്താന്ന് പറയുന്നുണ്ട്? ഇതെല്ലാം ഈക്വൽ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഈസ് ടു സെക്കൻഡ് ഈസ് ടു തേർഡിന്റെ റേഷ്യോ എങ്ങനെ കൊടുക്കാം? 2:3:6 എന്ന് കൊടുക്കാം. അപ്പൊ ഒരു സംശയം വരും, എങ്ങനെ ഈ റേഷ്യോ വന്നു എന്ന് ഡൗട്ട് വരും അല്ലെ. അപ്പൊ എങ്ങനെ ഈ റേഷ്യോ വന്നു? നമുക്ക് നോർമലി നമ്മളൊരു റേഷ്യോ വരുമ്പോ എങ്ങനെ വരുവാടാ? ഞാൻ ഫസ്റ്റ് റേഷ്യോ മാത്രം എടുക്കുകയാണ്. അപ്പൊ 1/2 ഫസ്റ്റ് പാർട്ടും 1/3 സെക്കൻഡ് പാർട്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. 1/3 സെക്കൻഡ് പാർട്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ എടുത്ത് എഴുതാം? ഫസ്റ്റ് ബൈ 2 is equal to second by 3. എങ്ങനെ എഴുതി കൂടെ? അതായത് 1/2 ഇൻറ്റു ഫസ്റ്റ് പാർട്ട്, 1/3 ഇൻറ്റു സെക്കൻഡ് പാർട്ട്. അങ്ങനെ ചെയ്തല്ലോ. ഇവിടെ നിന്നും ആ ഫസ്റ്റ് ബൈ സെക്കൻഡ് ഇങ്ങോട്ട് കൊടുത്തു, ഈക്വൽ ടു ഈ 2 അങ്ങ് അപ്പുറം പോയി കഴിഞ്ഞാൽ 2/3. അതായത് ഫസ്റ്റ് പാർട്ടിന് 2 വന്നു, സെക്കൻഡ് പാർട്ടിന് 3 വന്നു. അപ്പൊ നമ്മൾ റേഷ്യോ എഴുതുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഈസ് ടു സെക്കൻഡിന് നമ്മൾ എങ്ങനെ എഴുതും? 2:3.
3. ഇതേപോലെ തന്നെ അടുത്ത സെറ്റ് ചെയ്യണം. എങ്ങനെയാണ്? 1/3 സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 1/6 തേർഡ് പാർട്ടിന് ഈക്വൽ ആണ്. അപ്പൊ എന്താണ് ചെയ്യുമ്പോൾ സെക്കൻഡ് ബൈ തേർഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3/6 എന്ന് വരും. സെക്കൻഡ് ബൈ തേർഡ് എന്ന് പറഞ്ഞാൽ 3/6 എന്ന് വരും. അപ്പൊ സെക്കൻഡ് ഈസ്റ്റു തേർഡിന് നമുക്ക് എങ്ങനെ എഴുതാം? 3:6 എന്ന് എഴുതാം. 3 രണ്ടും ഒരേപോലെയാണ്. അപ്പൊ ഫൈനൽ റേഷ്യോ 2:3:6. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിൽ കിട്ടിയപ്പോൾ തന്നെ മുകളിൽ അവരുടെ കൂടെ ആരുമില്ല, ന്യൂമറേറ്ററിലെല്ലാം ഒന്നായതുകൊണ്ട് ആ ഡിനോമിനേറ്ററിലുള്ള ആളെ തന്നെ എന്താണ് അവരുടെ റേഷ്യോ ആയിട്ട് എടുത്തത്. അപ്പൊ 1:, ഫസ്റ്റ് പാർട്ട് ഈസ്റ്റു സെക്കൻഡ് പാർട്ട് ഈസ്റ്റു തേർഡ് പാർട്ട് എന്താണ് 2:3:6 എന്ന് കിട്ടിയില്ലേ? അപ്പൊ ഇനി എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് ചോദിച്ചിട്ടുള്ളത്? 3 പാർട്ടും കണ്ടുപിടിക്കണം. 3 റേഷ്യോ കിട്ടി. ടോട്ടൽ എത്രയാന്ന് അവിടെ പറയുന്നുണ്ട്? 1870. ടോട്ടൽ എത്രയാണ്? അപ്പൊ 2, 3, 5, 5, 6, 11 അവർ എത്രയെന്ന് പറയുന്നത്? 1870. 11 പാർട്ടിന് 1870 ആണെങ്കിൽ ഒരു പാർട്ടിന് എത്ര വരും? 1870/11. അപ്പൊ ഒരു പാർട്ടിന് എത്രയാടാ വരിക? ഒരു പാർട്ടിന് 17 വരും. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഓരോന്നിനും കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ 2ന് എത്രയാണ്? 2 × 17. 17 അല്ല 170 വരും അല്ലെ? അപ്പൊ 2ന് എത്രയാണ്? 2 × 170 340 വരും. 3ന് എത്രയാണ്? 3 × 170 എത്ര വരും? 510 വരും. 6ന് എത്രയാണ്? 6 × 170 എത്ര വരും? 1020. അപ്പൊ 3 പാർട്ട് എത്രയാണ്? 340:510:1020. കിട്ടിയോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്യാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു 2-3 സ്റ്റെപ്പിൽ ഉത്തരനായിട്ട് കിട്ടും അല്ലെ? തന്നിട്ടുള്ള ആ റേഷ്യോ തന്നെ നമ്മൾ ഡിനോമിനേറ്ററിൽ 1/3 2/3 1/6 സോറി 1/3 1/2 1/3 1/6 അതിന്റെ മുകളിൽ ന്യൂമറേറ്ററിൽ ആളില്ല 1 ആണ്. അപ്പൊ ആ ഡിനോമിനേറ്റർ കിടക്കുന്ന ആളെ തന്നെ നമ്മൾ റേഷ്യോ ആക്കി എടുത്തെഴുതി. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഈസ്റ്റു സെക്കൻഡ് പാർട്ട് ഈസ്റ്റു തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള റേഷ്യോ എഴുതി. ആ റേഷ്യോയുടെ സമ്മിന് എന്താണ് അത്രയും പാർട്ട്, അതായത് 11 പാർട്ടിനാണ് അവർ തന്നിട്ടുള്ള ടോട്ടൽ എന്താണ് 1870. അപ്പൊ ഒരു പാർട്ടിന് എത്രയാണ്? 1870/11 എത്ര വരും? 170. അപ്പൊ ഓരോ പാർട്ടും കണ്ടുപിടിക്കാനായിട്ട് ഓരോ പാർട്ടിന്റെയും റേഷ്യോനെ 170 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എത്ര കിട്ടി? ഓപ്ഷൻ ബി കിട്ടിയോ? ഇതെല്ലാം നിങ്ങളുടെ പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമ്മുടെ പോകുന്ന ക്വസ്റ്റ്യൻസുമാണ് അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക? വീണ്ടും വീണ്ടും ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആ ഒരു സ്പീഡൊക്കെ വന്നിട്ട് നന്നായിട്ട് പോയിട്ട് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. വീണ്ടും ഇതേപോലത്തെ സെഷൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.